നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഏകാദശിയൊക്കെ അടുത്ത് വരികയാണല്ലേ. നാളെ അഷ്ടമി വിളക്കാണ്. നാളെ മുതലാണ് ഗുരുവായൂരപ്പൻ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളുന്നത് കേട്ടോ. അഷ്ടമി, നവമി, ദശമി, ഏകാദശി ദിവസങ്ങളിലാണ് ഭഗവാനെ സ്വർണ്ണക്കോലത്തിൽ ഭക്തർക്ക് ദർശിക്കാനായിട്ട് സാധിക്കുക. മരതകപ്പച്ചിയും വീരശൃംഖലയും സ്വർണ്ണപ്പൂക്കളും കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള സ്വർണ്ണക്കോലാണ്. അത് ഈ ഏകാദശിയുടെ ദിവസങ്ങളിലും ഉത്സവത്തിനും അഷ്ടമിരോഹിണിക്കും അങ്ങനെ ആകെ കൂടി വർഷത്തിലെ 10 ദിവസം മാത്രമേ സ്വർണ്ണക്കോലത്തിലെ എഴുന്നള്ളിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സ്വർണ്ണക്കോലത്തിലുള്ള എഴുന്നള്ളിപ്പ് കാണാനായിട്ടുള്ള അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. എല്ലാവരും കാണാൻ വന്നോളൂ കേട്ടോ ഭഗവാന്റെ ഈ എഴുന്നള്ളത്ത്. പിന്നെ ഇന്ന് നെന്മിനി വക വിളക്കാണ്. നെന്മിനി മനയുടെയാണ്. അതിൻ്റെ പ്രത്യേകത ഇന്ന് വെളിച്ചെണ്ണ വിളക്കാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഇന്നത്തെ ദിവസത്തിനുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെയും നാളത്തെയും ഒരു വിശേഷം. പിന്നെ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു കഥയാണ്. അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ ഒരു തത്വം, എല്ലാ ഗുരുനാഥന്മാരും തൻ്റെ ശിഷ്യർക്ക് ഭഗവാനെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അതാണ് ഗുരുധർമ്മം. എല്ലാ ഗുരുക്കന്മാരും അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. നമ്മളും ചിലർക്കൊക്കെ ചെറിയൊരു രീതിയിൽ ചിലപ്പോൾ ഒരു ഗുരുസ്ഥാനീയരാകുമല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഭഗവാനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. അത് തന്നെയാണ് നമ്മുടെ അടുത്തും ഭഗവാൻ തന്നെ പറഞ്ഞു തരുന്നത് കേട്ടോ. അങ്ങനെ ഒരു കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. പിന്നെ അത് കൂടാതെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട്. ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം, ഭഗവതി അമ്മയുടെയും ഗണപതിയുടെയും അയ്യപ്പൻ്റെയും ഒക്കെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലത്തെ നമ്മുടെ ഭഗവാന്റെ അലങ്കാരേ നല്ല രസത്തിലുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞുണ്ണി കൃഷ്ണനാ, ഒരു 6 മാസമൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. ചെറിയ കുട്ടികൾ ഇങ്ങനെ കിടന്നിട്ട് അവരെ കുഞ്ഞിക്കാലുകൾ വായിലേക്ക് കൊണ്ടുപോകില്ലേ, വായിൽ ഇങ്ങനെ കുടിക്കാനായിട്ട്, അതേപോലെ അത്ര പ്രായമായിട്ടുള്ളൂ അങ്ങനെ തന്നെ വിരലുണ്ണുന്ന ഒരു ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു കേട്ടോ ചാർത്തി ഉണ്ടായിരുന്നത്. നന്നേ ചെറിയൊരു ഉണ്ണി, നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് കൊഞ്ചിക്കാനായിട്ട് തോന്നും. അത്ര ചെറുതാണ് കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇന്നലത്തെ അലങ്കാരത്തിൽ ഉണ്ടായിരുന്നത്. 2 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു ഭഗവാന്. ഒരെണ്ണം മുഴുവനായിട്ട് താമരയുടെ ഇതിൽ കൊണ്ടാണ് കോർത്തിരിക്കുന്നത്. പിന്നെ ഒരെണ്ണം മുഴുവനായിട്ട് തെച്ചിപ്പൂക്കൾ കൊണ്ടാണ്. പിന്നെ 2 ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ഉണ്ടമാല ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ 3 നിറങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അത് താമരയുടെ ഇതിലുണ്ട്, തുളസിയുണ്ട്, തെച്ചിയുണ്ട്. അത് മാറി മാറി കോർത്തിരിക്കാം. പിന്നെ ഒരു ഉണ്ടമാലയിൽ നിറയെ താമരയുടെ ഇതളാം, അത് മാത്രമേ കോർത്തിട്ടുള്ളൂ. അതിന് നടുക്കാണ് നമ്മുടെ കുഞ്ഞുണ്ണികൃഷ്ണൻ, ചെറിയൊരു ഉണ്ണികൃഷ്ണൻ വിരലുണ്ടുകൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുഞ്ഞു മയിൽപ്പീലികൾ 3 എണ്ണമാണ് തലയിൽ ചൂടി കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നല്ല രസത്തിൽ ഇങ്ങനെ കാണാനുണ്ട്. നെറ്റിയിൽ ഗോപി തിലകുണ്ട്, പിന്നെ കാതുപൂക്കളുണ്ട്. നല്ല രസമായിട്ടൊരു കുഞ്ഞു പുഞ്ചിരിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ വിരലുണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അതിലാണ് തിരക്കെന്ന് തോന്നുന്നു. പിന്നെ 2 മാലകൾ അണിഞ്ഞിട്ടുണ്ട്, കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. പട്ടുകോണകൊന്നും നല്ല എടുത്തിട്ടില്ലാട്ട് ഒഴുക്കാപ്പെട്ടിയിട്ടാണ് കിടക്കുന്നത്. കാലിലേക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് പിന്നെ കാലിലെ കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട് അത് കാണുമ്പോൾ നമുക്ക് കൊഞ്ചിക്കാനായിട്ട് തോന്നും. പക്ഷെ അത് കൂടാതെ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഭഗവാന് തന്നെ ആശ്രയം ഭഗവാന്റെ പാദങ്ങളാണ്. നമുക്കും അത് തന്നെയാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഈ പാദങ്ങളെ ഭജിക്കൂ, ഈ പാദങ്ങളെ ഭജിക്കൂ എന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പം എല്ലാവർക്കും ഭഗവാന്റെ പാദങ്ങളിലെ ആശ്രയിക്കാം. എല്ലാവരും നന്നായി ഒന്ന് ഭഗവാന്റെ പാദങ്ങളിലെ നമസ്കരിച്ചോളൂ കേട്ടോ. ആ ഉണ്ണികൃഷ്ണന്റെ മുഖം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട്, വിരലുണ്ണുന്ന ഉണ്ണിക്കണ്ണന്റെ മുഖം നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് എല്ലാവരും ഭഗവാന്റെ കുഞ്ഞു തൃപ്പാദങ്ങളിലെ നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. അങ്ങനെ വിരലുണ്ണുന്ന ഉണ്ണികൃഷ്ണനെ തൊഴുത് നമസ്കരിച്ചിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ. ഗണപതിയുടെ ഉടയാട ഇങ്ങനെ തട്ടുകളായിട്ടാണ്. ആദ്യം മഞ്ഞ, പിന്നെ കറുപ്പ്, പിന്നെ മഞ്ഞ, അങ്ങനെയാണ്. അതിലൊക്കെ സ്വർണ്ണപ്പൊട്ടുകൾ ഇങ്ങനെ നിറയെ വാരി വിതറിയ പോലെയാണ് ഇന്നലത്തെ ഉടയാട ഉണ്ടായിരുന്നത്. പിന്നെ ഒരു മാല കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. തുമ്പിയിൽ ഒരു പൊട്ട് വെച്ചിട്ടുണ്ട് ചെറുത്, നെറ്റിയിൽ ഒരു പൊട്ട്, 2 കാതുകളിലും ഓരോ സ്വർണ്ണപ്പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഗണപതിയുടെ കിരീടാണ് ശിരസിൽ അണിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെ ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തം വിട്ടോളൂ കേട്ടോ. ഇനി നമ്മൾ എത്തിയിരിക്കുന്നത് ഭഗവതി അമ്മേനെ കാണാനായിട്ടാണ് കേട്ടോ. സുന്ദരിയായിട്ടാണ്. ആ കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക പുഞ്ചിരി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ മുഖത്ത്, അതേ പുഞ്ചിരിയോട് കൂടി തന്നെയാണ് ഭഗവതി അമ്മ ഇന്നലെ ഇരിക്കുന്നുണ്ടായിരുന്നത്. ചുവന്ന നിറത്തിലായിരുന്നു കേട്ടോ ഉടയാടയുണ്ടായിരുന്നു, നല്ല ചുവപ്പ്. പിന്നെ അരയുടെ ഭാഗത്ത് ഒരു വെള്ളയിൽ നല്ല കസവൊക്കെയുള്ള ചെറിയൊരു ഭാഗം കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 നിറത്തിലാണ് ഇന്നലെ ഉടയാട ഉണ്ടായിരുന്നത്. പിന്നെ നല്ല ഭംഗിയുള്ള സ്വർണ്ണപ്പൂക്കൾ കൊണ്ടുള്ള ഒരു മാല ഉണ്ടായിരുന്നു, അതാണ് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത്. കാതിലെ സ്വർണ്ണപ്പൊട്ടുകൾ വെച്ചിട്ടുണ്ട്, ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ട് ഒരു പ്രത്യേക പുഞ്ചിരിയോട് കൂടിയിട്ട് നിഷ്കളങ്കമായിട്ടുള്ള കുഞ്ഞുങ്ങൾ
കുഞ്ഞുങ്ങളുടെ മുഖത്തുള്ള ആ പുഞ്ചിരി ഉണ്ടല്ലോ, അങ്ങനെയാണ് ഭഗവതി അമ്മ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നെറ്റിയിൽ പൊട്ട് വെച്ചിട്ടുണ്ട്, സ്വർണ്ണപ്പൊട്ട്. ഈ 2 ഭാഗങ്ങളിലും വേറെയും സ്വർണ്ണപ്പൊട്ടുകളുണ്ട്. എന്നിട്ട് ചെറിയൊരു കിരീടം ചന്ദനം കൊണ്ട് ചാർത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നലത്തെ നമ്മുടെ ഭഗവതി അമ്മയുടെ അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവതി അമ്മേനെയും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം കേട്ടോ. ഭഗവാൻ ഈ ഭൂമിയിൽ നിന്ന് പോയതിനു ശേഷം, അദ്ദേഹം ശരീരം മറച്ചതിന് ശേഷം എല്ലാവരും വളരെ സങ്കടത്തിലാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ഉദ്ധവര് വിദുരരെ കാണാനായിട്ട് വരുന്നത്. ഉദ്ധവർക്ക് ധാരാളം ഉപദേശങ്ങൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബദരി ആശ്രമത്തിലേക്ക് പോകാനായിട്ടാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് വിദുരരെ കാണാനായിട്ട് വരികയാണ് ഉദ്ധവര്. എന്നിട്ട് ഭഗവാന്റെ ഈ മെതിയടി കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ്, ഇത് ഭഗവാന്റെ മെതിയടിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വിദുരരാണെങ്കിലോ മെതിയടി നല്ല പരിചയമുണ്ട്, മുൻപും കണ്ടിട്ടറിയാം. ഉദ്ധവർ ഇടയ്ക്കിടയ്ക്ക് ഹസ്തിനപുരത്തേക്കൊക്കെ പോകും, അല്ലെങ്കിൽ ഹസ്തിനപുരത്ത് വെച്ചും അല്ലെങ്കിൽ ഭഗവാനെ കാണുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഭഗവാന് ഓടി വരും വിദുരരുടെ അടുത്തേക്ക്. വിദുരരെ എന്ന് പറഞ്ഞിട്ട് ഓടിയിട്ട് വരിക. എന്നിട്ട് ആ മെതിയടി അവിടെ അഴിച്ചിടും. എന്നിട്ട് ഈ പാദങ്ങൾ വിദുരരുടെ ആ മടിയിലേക്ക് വെച്ച് കൊടുക്കും. എന്നിട്ട് ഒഴിയാനായിട്ട് പറയും. നല്ല സുഖമുണ്ട് വിദുരര് ഒഴിയുന്ന സമയത്ത്, വേറെ ആരും ഒഴിഞ്ഞാലും ഇങ്ങനെ സുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കാലിങ്ങനെ ഒഴിയിപ്പിക്കും. അത് നമ്മൾ ചിലവർ അങ്ങനെ ചെയ്യുമല്ലോ, അതേപോലെ തന്നെ ഒഴിയിപ്പിക്കും. നല്ല ഇഷ്ടമാണ് ഭഗവാന് വിദുരര് ഇങ്ങനെ കാലൊഴിഞ്ഞു കൊടുക്കുന്നതേ. അപ്പോൾ ഈ മെതിയടി അവിടെ താഴെ അഴിച്ചിട്ടിട്ടാണല്ലോ പാദങ്ങൾ വെക്കുക. അപ്പോൾ ഈ മെതിയടി നല്ല പരിചയമുണ്ട്. ചിലപ്പോഴാകട്ടെ ഈ മെതിയടിയോട് കൂടിയിട്ടാണ് ഈ വിദുരരുടെ മടിയിൽ ഭഗവാൻ പാദങ്ങൾ വെക്കുക. അപ്പം നല്ല പരിചയമുണ്ട് ഈ മെതിയടി. എപ്പോഴും ഭഗവാന്റെ പാദങ്ങൾ ഒഴിഞ്ഞു കൊടുക്കുന്ന ആളല്ലേ, അപ്പം നന്നായിട്ട് അറിയാം. ഈ ദുര്യോധനൻ തന്നെ കളിയാക്കിയിട്ടാണ് ഈ വിദുരരുടെ അടുത്ത് പറയുക. അതായത് ഭഗവാന്റെ കാൽത്തലയെന്ന് വിളിക്കുക. അതായത് നമ്മൾ തലയണ എന്നൊക്കെ പറയില്ലേ, തല വെക്കുന്ന സ്ഥലം, അതുപോലെ ഭഗവാന്റെ പാദങ്ങൾ വെക്കുന്ന സ്ഥലമാണ് വിദുരരെന്ന്. അത്രയും എല്ലാവർക്കും അറിയാം വിദുരർക്ക് പാദങ്ങൾ എപ്പോഴും ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണെന്ന്. അത് ഭഗവാൻ അങ്ങനെ ഒരു അനുഗ്രഹം കൊടുക്കുകയാണ്, ഭഗവാന്റെ പാദങ്ങളെ തലോടാനുള്ള ഒരു അനുഗ്രഹം കൊടുക്കുകയാണ് ഭഗവാൻ വിദുരർക്ക്. അപ്പോൾ വിദുരർക്ക് ഈ മെതിയടിയെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഈ മെതിയടി കണ്ടപ്പോൾ അദ്ദേഹത്തിന് സങ്കടം വന്നു കേട്ടോ. അത്രമേൽ പ്രിയപ്പെട്ട ഭഗവാന്റെ മെതിയടികളാണല്ലോ, ശരിക്കും സങ്കടം വന്നു. എന്നിട്ട് ഈ 2 പേരും, ഉദ്ധവരും വിദുരരും, ഈ മെതിയടിയുടെ അടുത്ത് പറയാം, എങ്ങനെയാണ് നിനക്ക് ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് ആ ഒരു സമയത്ത് ഊരിപ്പോകാനായിട്ട് തോന്നിയത്? എത്ര സങ്കടത്തോട് കൂടിയിട്ടായിരിക്കും നീ ഭഗവാന്റെ അടുത്ത് നിന്ന് പോന്നിട്ടുണ്ടായിരിക്കാം. മെതിയടിയുടെ അടുത്താണ് പറയണത് കേട്ടോ. നീ ആ കാലിൽ നിന്ന് ഊരിയത് കൊണ്ടല്ലേ ജരയ്ക്ക് അവിടെ അമ്പെയ്യാനായിട്ട് തോന്നിയത്? അങ്ങനെയൊക്കെ ഓരോ പദം പറഞ്ഞിങ്ങനെ കരയൂലോ. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക ഉദ്ധവരും വിദുരരും ഒക്കെ സങ്കടത്തോട് കൂടിയിട്ട്. അപ്പോൾ ഉദ്ധവർ പറഞ്ഞു, എനിക്ക് ഭഗവാൻ ഇങ്ങനെ കുറേ ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്, ബദരിയാശ്രമത്തിലേക്ക് പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ വിദുരര് ചോദിക്കുകയാണ്, ആ ഉപദേശങ്ങളൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ, ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ എന്ന് ചോദിച്ചു. അപ്പോൾ ഉദ്ധവർ പറഞ്ഞു, അയ്യോ അതിനുള്ള അധികാരം എനിക്കില്ലാന്ന്. അപ്പോൾ വിദുരര് ചോദിച്ചു, അതെന്തേ, എനിക്കത് കേൾക്കാൻ പാടില്ല എന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉദ്ധവർ പറഞ്ഞു, അങ്ങനെയല്ല. ആ ഒരു സമയത്തേക്ക് അവിടെ മൈത്രേയ മഹർഷി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മൈത്രേയ മഹർഷി വിദുരരെ ഇവിടേക്ക് വരും, അല്ലെങ്കിൽ വിദുരരെ കാണും. ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം വിദുരരുടെ അടുത്ത് അങ്ങ് പറയണം എന്ന് ഭഗവാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിദുരർക്ക് സന്തോഷവും സങ്കടവും എന്താ തോന്നുന്നുണ്ടെന്നില്ല. സാധാരണ എല്ലാവരും മരണപ്പെടുന്ന സമയത്ത് ഭഗവാനെയാണ് സ്മരിക്കുക. പക്ഷെ ഭഗവാൻ ചിന്തിച്ചതോ തന്നെക്കുറിച്ചുള്ള ചിന്ത ഭഗവാന് വന്നു. തനിക്ക് പറഞ്ഞു തരാനായിട്ട് ഒരാളെ നിയോഗിച്ചു, ഒരു സജ്ജനത്തെ ഭഗവാൻ നിയോഗിച്ചു. അതൊക്കെ ഉണ്ട് കേട്ടപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ ഒക്കെ വിദുരരുടെ കണ്ണ് നിറഞ്ഞു പോകുകയാണ് ചെയ്തത്. ഭഗവാന്റെ ആ ഒരു കൃപ ആലോചിച്ചിട്ടാണ് വിദുരർക്ക് സങ്കടവും സന്തോഷവും കൊണ്ട് കണ്ണ് നിറഞ്ഞത്. അങ്ങനെ അവരവിടുന്ന് പുറപ്പെടുകയാണ് കേട്ടോ. കാരണം ഉദ്ധവർക്ക് ബദരിയാശ്രമത്തിലേക്ക് പോകണം. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുമിച്ച് പോകാം, കുറച്ച് ബദരിയാശ്രമത്തിലേക്കുള്ള വഴി എത്തുമ്പോൾ അങ്ങോട്ടേക്ക് തിരിയാം. അതായത് വിദുരരെ മൈത്രേയ മഹർഷിയുടെ അടുത്തേക്ക് പോയിക്കോളൂ എന്നുള്ള രീതിയിൽ അവർ ഒരുമിച്ച് യാത്ര തുടർന്നു. അങ്ങനെ മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തുകയാണ് വിദുരര്. അവിടെ എത്തിയിട്ട് നമസ്കരിച്ചു, ഗുരുനാഥനാണ്. എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയണം. ഇത് സൃഷ്ടിയുടെ കാര്യങ്ങൾ, എങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായത്, എങ്ങനെയാണ് ഭൂമി ഉണ്ടായത്, എങ്ങനെയാണ് പല പല ലോകങ്ങൾ ഉണ്ടായത്, ഇതൊക്കെ ചോദിച്ചറിയണം. അങ്ങനെ മൈത്രേയ മഹർഷി ഇതെല്ലാം വിദുരർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യം ഭഗവാന്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവ് ഉണ്ടായി. ബ്രഹ്മാവും താമരപ്പൂവിലാണല്ലോ ബ്രഹ്മാവ് ഇരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ബ്രഹ്മാവ് ചുറ്റും നോക്കിയപ്പോൾ ആകെ വെള്ളമാണ്, എവിടെയും ഒരറ്റം കാണുന്നില്ല. ബ്രഹ്മാവും ഉണ്ട്, ഈ താമരപ്പൂവും ഉണ്ട്. അങ്ങനെ ബ്രഹ്മാവ് എന്ത് ചെയ്തു, ഈ താമരയുടെ തണ്ടുണ്ടല്ലോ, തണ്ടിനുള്ളിലൂടെ അടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടിഭാഗം കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് താമരയുടെ തണ്ടിനുള്ളിൽ കൂടെ അടിയിലേക്ക് പോയി. അപ്പോൾ അവിടെ ഒന്നും കാണില്ല. അപ്പോൾ പിന്നെയും മുകളിലോട്ട് പൊങ്ങി വന്നു. ആ വരുന്ന ഒരു സമയത്ത് തബ എന്നുള്ള 2 അക്ഷരം കേൾക്കുന്നുണ്ട് കേട്ടോ.
അതായത് തപസ് ചെയ്യൂ എന്നാണ് പറയണത്. അങ്ങനെ ബ്രഹ്മാവ് തപസ് ചെയ്യാനായിട്ട് തുടങ്ങി. കുറേ കാലം തപസ് ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് പെട്ടെന്ന് ആരോ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ ബ്രഹ്മാവിന് തോന്നിയത്. നോക്കിയപ്പോൾ ഭഗവാനാണ്. ഭഗവാൻ എന്താണ് പരിഭ്രമിക്കുന്നത്, സാരമില്ല, സൃഷ്ടികർമ്മങ്ങളൊക്കെ ചെയ്തോളൂ, എല്ലാം നല്ലതിനാകും എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവിൻ്റെ കയ്യിൽ പിടിച്ചു. ആ ഒരു സ്പർശനം കൊണ്ട് ബ്രഹ്മാവിനെ എല്ലാ സൃഷ്ടികളും നടത്താനുള്ള ആ ഒരു വൈഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. തുടർന്നാണ് ബ്രഹ്മാവ് സൃഷ്ടികർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇതിനു മുന്നായിട്ട് ഭഗവാനെ സ്തുതിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഭഗവാൻ വൈകുണ്ഠമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ബ്രഹ്മാവിനെ. അങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടികളൊക്കെ നടത്തുകയാണ്. അതായത് 2-3 തരത്തിലാണ് സൃഷ്ടികൾ. അതായത് പരന്ന തരത്തിലുള്ള സൃഷ്ടികൾ, പിന്നെ താഴെ നിന്ന് മുകളിലേക്ക് വലിച്ചെടുക്കുന്ന രീതിയിൽ, മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെടുക്കുന്ന രീതിയിൽ. അതായത് ഇപ്പോൾ പരന്ന സൃഷ്ടികൾ എന്ന് പറയുമ്പോൾ വെള്ളം ഇപ്പോൾ ഈ പരന്ന സ്ഥലത്ത് നിന്ന് കുടിക്കുന്ന തരത്തിലുള്ള സൃഷ്ടികൾ, ഇപ്പോൾ സിംഹം, പുലി, കടുവ, കഴുത അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പരന്ന സ്ഥലത്ത് നിന്നാണ് വെള്ളം കുടിക്കുക. അങ്ങനെയുള്ള സൃഷ്ടികൾ. പിന്നെ താഴെ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്ന രീതിയിലുള്ള സൃഷ്ടികൾ, ഇപ്പോൾ സസ്യങ്ങൾ, മരങ്ങൾ, ഇത് അങ്ങനെയുള്ളതെല്ലാം താഴെ നിന്നാണല്ലോ വെള്ളം വലിച്ചെടുക്കുക, എന്നിട്ടാണ് അവരുടെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കുക. ആ തരത്തിലുള്ള സൃഷ്ടികൾ. പിന്നെ മുകളിൽ നിന്ന് വെള്ളം വലിച്ച് താഴേക്ക് എത്തിക്കുക. ഇപ്പം നമ്മളൊക്കെ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ മുകളിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് താഴേക്ക് എത്തല് ചെയ്യാം. ആ രീതിയിലുള്ള സൃഷ്ടികൾ, അങ്ങനെയുള്ള സൃഷ്ടികളൊക്കെ ചെയ്തു. അപ്പം നോക്കി നോക്കൂ, എല്ലാ സൃഷ്ടികളും അതിൽ പെട്ടു. എന്നിട്ടും ബ്രഹ്മാവിനൊരു തൃപ്തി ആയില്ല കേട്ടോ. എന്തൊക്കെയോ എവിടേക്കോ ഒരു കുറവുണ്ട് എന്നൊരു തോന്നല് ബ്രഹ്മാവിന്. അങ്ങനെയാണ് അടുത്ത സൃഷ്ടി, അതായത് സനൽകുമാരാദികളെ സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവ്. മക്കളാണ്, ആ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സൃഷ്ടിച്ചു. എന്നിട്ട് ബ്രഹ്മാവ് പറഞ്ഞു, ഇനി നിങ്ങൾ പോയിട്ട് സൃഷ്ടികർമ്മങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് സാധിക്കില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. അതായത് അവർക്ക് താല്പര്യമില്ല. അതായത് കുടുംബമാകാനും വിവാഹം കഴിക്കാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്നും അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ തിരിഞ്ഞു നടക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞത് അനുസരിച്ചില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ദേഷ്യം വന്നു. ഈ ദേഷ്യമാണെങ്കിലോ ഈ നെറ്റിയിൽ ഇങ്ങനെ ഉരുണ്ടുകൂടി. ദേഷ്യം നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ പ്രകടിപ്പിക്കുമല്ലോ. അപ്പോൾ ബ്രഹ്മാവിൻ്റെ നെറ്റിയിലാണ് ആ ദേഷ്യം ഉരുണ്ടുകൂടിയത്. ഉരുണ്ടുകൂടിയിട്ട് അത് അങ്ങടെ പൊട്ടി. അതിൽ നിന്ന് ഒരു പുത്രൻ ജനിച്ചു. ആ പുത്രനാണ് രുദ്രൻ. അത് നിലവിളിച്ചുകൊണ്ടാണ് കേട്ടോ ആ ഒരു പുത്രൻ ജനിക്കുന്നത്. എനിക്ക് വിവാഹം കഴിക്കണം എന്നാണ് പറയണത്. അതിനാണ് നിലവിളിക്കുന്നത്, ഉറക്കെ നിലവിളിച്ചുകൊണ്ട്. അങ്ങനെ 11 സ്വരൂപത്തോട് കൂടിയിട്ടാണ് രുദ്രൻ ഉണ്ടായത്. അവർക്കെല്ലാം ഏകാദശി രുദ്രാണികളെ കൊടുത്തു. എന്നിട്ട് അവരോട് സൃഷ്ടികർമ്മങ്ങൾ ചെയ്തു കൊള്ളുവാനായിട്ട് പറഞ്ഞു. ഈ സനകാദികളാകട്ടെ അവരെ ഇനി കുടുംബമായിട്ടൊന്നും ജീവിക്കില്ല, വിവാഹമൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ സൃഷ്ടികർമ്മങ്ങളിലൊന്നും പങ്കുചേർന്നില്ല. അതിനുശേഷം ബ്രഹ്മാവിന് പിന്നെയും തൃപ്തിയൊന്നും ആയില്ല കേട്ടോ. എന്തോ എവിടെയോ ഒരു കുറവാണ് തോന്നുന്നത്. തൃപ്തി തീരെ വരുന്നില്ല ഇത്രയും സൃഷ്ടികളൊക്കെ കഴിഞ്ഞിട്ടും. പിന്നെയാണ് പ്രജാപതികളെ സൃഷ്ടിക്കുന്നത്, അതേപോലെ തന്നെ അങ്കിരസ് പോലെയുള്ള മഹർഷിമാരെ സൃഷ്ടിക്കുന്നത്. എന്നിട്ടും ബ്രഹ്മാവിന് തൃപ്തിയൊന്നും വന്നില്ല. അങ്ങനെ ബ്രഹ്മാവ് എന്ത് ചെയ്തു, തൻ്റെ ശരീരം 2ആയി ഭാഗിച്ചിട്ട് ഒന്നിൽ നിന്ന് സ്വയംഭൂവ മനുവിനെയും അതേപോലെ തന്നെ ശതരൂപയെയും സൃഷ്ടിച്ചു. അപ്പോഴാണ് കുറച്ച് സമാധാനമായത്. 2 മനുഷ്യന്മാരെ സൃഷ്ടിച്ചു. ഹാവു സമാധാനമായെന്ന് ബ്രഹ്മാവ് അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് ഈ 2 പേരോടും ഭൂമിയിലേക്ക് പോയിക്കൊള്ളാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഈ സ്വയംഭൂവ മനുവും ശതരൂപയും കൂടെ ഭൂമിയിലേക്ക് താമസിക്കാനായിട്ടാണല്ലോ പോകാനായിട്ട് പറഞ്ഞത്. നോക്കിയപ്പോൾ ഭൂമിയെ കാണാനില്ല. അവർ പല ദിക്കിലും പോയി അന്വേഷിച്ചു, ഭൂമി കാണാനില്ല. അങ്ങനെ വേഗം ബ്രഹ്മാവിൻ്റെ അടുത്ത്, അച്ഛനാണല്ലോ, വന്ന് പറഞ്ഞു, നിങ്ങൾ താമസിക്കേണ്ടത് ഭൂമിയിലാന്ന് പറഞ്ഞില്ലേ, പക്ഷെ ഭൂമി കാണാനില്ലോ എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് നോക്കുമ്പോഴും ഭൂമി കാണാനില്ല. ഭഗവാനെ, ഞാൻ ഈ വെള്ളം മുഴുവൻ കുടിച്ച് വറ്റിക്കേണ്ടി വരും ഇനി ഭൂമി കാണാനായിട്ട് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നമ്മളതിൻ്റെ ശ്വാസം ഇങ്ങനെ ആഞ്ഞു വലിക്കില്ലേ, അങ്ങനെ വലിച്ചിട്ട് അതിങ്ങനെ പുറത്ത് പോയ സമയത്ത് എന്തോ ഒന്ന് മൂക്കുന്ന് വീണതായിട്ട് ബ്രഹ്മാവിന് തോന്നി. അതാണെങ്കിൽ ചെറിയൊരു രൂപമാണ്. സെക്കൻഡ് വെച്ചിട്ട് വലുതാകാനും തുടങ്ങി. ആദ്യം ഒരു മുയലിൻ്റെ വലിപ്പായി, പിന്നെ ഒരു പശുക്കുട്ടിയുടെ വലിപ്പായി, പിന്നെ ഒരു ആനക്കുട്ടിയുടെ വലിപ്പായി. ആനക്കുട്ടിയുടെ വലിപ്പായപ്പോഴാണ് മനസ്സിലായത് അതൊരു വരാഹമായിരുന്നു എന്നുള്ളത്. വരാഹത്തിൻ്റെ രൂപം എല്ലാവർക്കും അറിയാലോ. അതങ്ങടാ ചാടി അങ്ങടാ വന്നു. അപ്പോൾ ഈ ചാടുന്നത് വെള്ളത്തിനടിയിലേക്ക്, ഭൂമിയുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടേക്ക് ചാടി വീണിട്ട് ഓളിയിട്ട് പോയിട്ട് ഈ താന്നു പോയിരുന്ന ആ ഒരു ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നു. അതാണ് വരാഹ അവതാരം. അങ്ങനെ ഈ ഭൂമിയെ ഒളിപ്പിച്ചിട്ടുള്ള ഒരു വിരുദ്ധനുണ്ട്, ഹിരണ്യാക്ഷൻ. അത് അവിടെ നിന്ന് തല്ലുകൂടിക്കൊണ്ടിരിക്കാനുണ്ട്. എല്ലാവരുടെ അടുത്തും ഓരോന്ന് പറഞ്ഞിട്ട് തല്ലു പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വരുണൻ്റെ അടുത്താണ്, താൻ വലിയ രാജസൂയൊക്കെ നടത്തിയിട്ടുള്ള ആളല്ലേ, എൻ്റെ അടുത്ത് അടി കൂടാനായിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ നാരദ മഹർഷി അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു, അത് വയസ്സായില്ലേ, അതിനെ വിട്ടോളൂ. ഇനി തൻ്റെ ഒപ്പം തല്ലു പിടിക്കാനുള്ള ആ ഒരു അത്രയും ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരാൾ വേണ്ടേ, അങ്ങനെയുള്ള ആളുടെ അടുത്തല്ലേ ഇങ്ങനെ തല്ലുകൂടാനൊക്കെ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇപ്പോൾ ആരുള്ളത് എന്ന് ചോദിച്ചു കേട്ടോ ഹിരണ്യാക്ഷൻ.
അപ്പം നാരദ മഹർഷി പറഞ്ഞു, അങ്ങനെ ഒരാളുണ്ട്, ഈ ഭൂമിയൊക്കെ കട്ടുകൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നില്ലേ, അത് ഇതാ ഒരാളെടുത്തുകൊണ്ട് പോകുന്നു, വേണമെങ്കിൽ പോയിട്ട് പിടിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ആരെവിടെ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ശബ്ദമൊന്നും ഉണ്ടാക്കണ്ട, അതൊരു വരാഹാണ്, ശബ്ദം കേട്ടത് ഓടിപ്പോകും, മിണ്ടാതെ പോയിട്ട് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നാരദ മഹർഷി വരാഹത്തെ കാണിച്ചു കൊടുക്കുകയാണ്. ഭഗവാനെയാണ് കാണിച്ചു കൊടുക്കുന്നത്. അതാണ് എല്ലാ ഗുരുനാഥന്മാരും ഭഗവാനെയാണ് ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. അവരുടെ ധർമ്മം അതാണ്. അത് തന്നെയാണ് നാരദ മഹർഷിയും ചെയ്തത്. ഹിരണ്യാക്ഷനെ ഭഗവാനെ കാണിച്ചു കൊടുത്തു. അതാണ് ഗുരുനാഥന്റെ മഹത്വം. കബീർദാസ് പറഞ്ഞത് ഇത് തന്നെയാണ്. കബീർദാസിന്റെ അടുത്ത് ഗുരുനാഥനെയും അതേപോലെ തന്നെ ഭഗവാനെയും കാണിച്ചു കൊടുത്തിട്ട് ആരെയാണ് ആദ്യം നമസ്കരിക്കാൻ ചോദിച്ചു. അത് രാമനാണ് കേട്ടോ ഭഗവാൻ. അപ്പൊ കബീർദാസ് പറഞ്ഞു, ഞാൻ ഗുരുനാഥനെയാണ് നമസ്കരിക്കുക. സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇത് രാമനാണ് എന്ന്, ഇത് ഭഗവാനാണ് എന്ന് എനിക്ക് പറഞ്ഞു തന്നത് ആരാണ്? എൻ്റെ ഗുരുവാണ്. അപ്പൊ ഗുരുക്കന്മാരുടെ ധർമ്മം ഭഗവാനെ കാണിച്ചു കൊടുക്കലാണ്. അങ്ങനെ ഈ നാരദരെ വരാഹത്തെ കാണിച്ചു കൊടുത്തപ്പോൾ ഇതെന്താ ഈ കാട്ടുപന്നിയാണോ എന്നൊക്കെയാണ് ഹിരണ്യാക്ഷൻ ചോദിക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും വരാഹം ഭൂമിയെ ഇനി മുങ്ങിപ്പോകാത്ത രീതിയിൽ നല്ലൊരു സ്ഥാനത്ത് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഇവർ തമ്മിൽ യുദ്ധമാണ്. ഗത കൊണ്ട് നല്ല തല്ലാണ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വരുന്നത് കേട്ടോ. അങ്ങനെ തല്ലുകൊണ്ടിട്ട് ഭഗവാന്റെ കയ്യിലുള്ള ഗതയുടെ തല്ലുകൊണ്ടിട്ട് ഹിരണ്യാക്ഷന്റെ ഗത തെറിച്ചുപോയി. അപ്പൊ പിന്നെ കൈകൊണ്ട് എതിരിടാനാണ് വരുന്നത്. അപ്പൊ ഭഗവാൻ ഈ ചെകിട്ടത്തടിക്കാന്നൊക്കെ പറയില്ലേ, അതേപോലെ നല്ലൊരു തല്ലാ വെച്ചു കൊടുത്തു. അവിടെ ബോധം കെട്ടു വീണു. അങ്ങനെ ഭഗവാനിലേക്ക് ലയിക്കുകയാണ്. അവിടെ വെച്ചിട്ട് ഹിരണ്യാക്ഷൻ മരിച്ചു പോകണം. ഭഗവാനെ കണ്ടുകൊണ്ടാണ് ഹിരണ്യാക്ഷൻ മരിച്ചു പോകുന്നത്. അങ്ങനെയാണ് ഹിരണ്യാക്ഷനെ വധിക്കുന്നത്. അതിനുശേഷം ഈ ഒരു വരാഹത്തെ യജ്ഞവരാഹമായി കണ്ടിട്ടാണ് മഹർഷിമാരെ സ്തുതിക്കുന്നത്. അതായത് യജ്ഞത്തിന് ഉപയോഗിക്കുന്ന ഓരോരോ വസ്തുക്കളും ഈ വരാഹത്തിന്റെ ഓരോരോ ഭാഗങ്ങളാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് സ്തുതിക്കാം. അതായത് ഈ ദർഭപ്പുല്ല് വരാഹത്തിന്റെ രോമങ്ങളാണ്, അതുപോലെ തന്നെ സ്രുവം വരാഹത്തിന്റെ ചെവികളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഗംഭീര സ്തുതി. അതൊക്കെ കേട്ടപ്പോൾ വരാഹത്തിനും സന്തോഷമായി. എന്നിട്ട് ഈ വെള്ളത്തിൽ നിന്നല്ലേ കയറി വരുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് കയറി വന്നിട്ട് ഒന്ന് കൊടയൂലോ. കൊടഞ്ഞപ്പോൾ ഈ വെള്ളത്തുള്ളികളൊക്കെ ഈ മഹർഷിമാരുടെ ദേഹത്തേക്കായി. നമ്മളിപ്പോൾ പൂജകളൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിന് നട തുറക്കുമ്പോൾ തീർത്ഥം കൊണ്ട് ഇങ്ങനെ കൊടയൂലോ, അതേപോലെ തന്നെയുള്ള ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ടാണ് യജ്ഞവരാഹമായിട്ട് അവർ ഭഗവാനെ സ്തുതിക്കുന്നത്. അതാണ് ഭഗവാന്റെ വരാഹ അവതാരം. അപ്പോൾ കഥയുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും കേട്ടോ. അതിൽ നിന്ന് ലഭിക്കുന്ന ആ തത്വങ്ങളും കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. ആദ്യം പറഞ്ഞത് നമ്മൾ വിദുരരുടെ കാര്യമാണ്. വിദുര ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല ഭഗവാൻ തന്നെ ഓർക്കുമല്ലോ എന്നുള്ളത്. പക്ഷെ ഭഗവാനെ സേവിക്കുന്ന എല്ലാവരെയും ഭഗവാൻ എപ്പോഴും ഓർക്കും. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എപ്പോഴാണ് വേണ്ടതെന്നുള്ളത് ഭഗവാൻ നന്നായിട്ട് അറിയാം. അപ്പോൾ അതെല്ലാം ചെയ്യാനായിട്ടും ഭഗവാൻ എല്ലാവരെയും ഏൽപ്പിച്ചിട്ടുണ്ടാകും. നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഭഗവാനിൽ അത്രയധികം ഭക്തി ഉണ്ടായിരിക്കണം. അതാണ് പറഞ്ഞു തരുന്നത്. ഭഗവാനെ സേവിക്കുന്ന എല്ലാവരെയും ഭഗവാൻ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരും, ഒരിക്കലും മറക്കില്ല എന്നുള്ളത്. പിന്നെ പറയുന്നത് ഗുരുനാഥരുടെ കാര്യമാണ്. ഗുരുനാഥരെ ഭഗവാനെ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അവരുടെ ധർമ്മം അതാണ്, ഭഗവാനിലേക്ക് എത്തിക്കുക. നമ്മളിപ്പോൾ ഒരു ഭഗവാനെക്കുറിച്ചുള്ള കഥ പറയുകയാണെങ്കിലും, ഭഗവാനെക്കുറിച്ചുള്ള ഭഗവാന്റെ അലങ്കാരം പറയുകയാണെങ്കിലും, ഭഗവാനെക്കുറിച്ച് എന്ത് തന്നെ നമ്മൾ കേൾക്കുകയാണെങ്കിലും നമ്മൾ ഭഗവാനിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതും ഒരു തരത്തിൽ ഭഗവാനെ കാണിപ്പിക്കുന്ന വഴികളാണ്. അത് നമ്മൾ കാണണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ വെറുതെ തുറന്നിരുന്നാൽ കാര്യമില്ല, നമ്മുടെ അകക്കണ്ണാണ് തുറക്കേണ്ടതെന്ന് പറയാം. അപ്പോൾ എപ്പോഴും ഭഗവാനെ അറിയാനുള്ള അല്ലെങ്കിൽ ഭഗവാനെ കാണാനുള്ള അവസരങ്ങൾ ഒരിക്കലും നമ്മൾ പാഴാക്കരുത്. ഏത് രീതിയിൽ നിന്ന് ഏത് വിധത്തിൽ നിന്ന് വരികയാണെങ്കിലും നമ്മൾ അറിയുന്നത് ഭഗവാനെയാണോ, അവിടെ പറയുന്നത് ഭഗവാനെ കുറിച്ചാണോ, അവിടെ നമ്മൾ കേൾക്കുന്നത് ഭഗവാന്റെ നാമങ്ങളാണോ, നമ്മൾ അവിടേക്ക് ഓടിയെത്തണം. അങ്ങനെ ഭഗവാനെ അറിയാനായിട്ട് ശ്രമിക്കുക, ഭഗവാനിലേക്ക് അടുക്കാനായിട്ട് ശ്രമിക്കുക. അതൊക്കെയാണ് ഈ ഒരു കഥയിലൂടെ നമുക്ക് തത്വമായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാനും ഭഗവാനെ കൂടുതൽ അടുത്തറിയാനും എല്ലാവർക്കും സാധിക്കട്ടെ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ഞാൻ നാമജപം ഒന്നും എണ്ണിക്കൊണ്ട് വന്നിട്ടില്ല കേട്ടോ. ചെറിയൊരു ചടങ്ങുണ്ടായിരുന്നു, ഇന്ന് വിശേഷം ഒരു ചടങ്ങുണ്ടായിരുന്നു, അതിന് പോകേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് കുറച്ച് നേരം വൈകിയത്. അപ്പോൾ എനിക്ക് വീഡിയോയിലുള്ള ആ നാമജപങ്ങളൊന്നും എണ്ണാനായിട്ട് സാധിച്ചില്ല. പിന്നെ ചില കാര്യങ്ങൾ പറയുമ്പോഴേ എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്, ശബ്ദം ശരിയാവാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതും എല്ലാവരും ക്ഷമിക്കുന്നു വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നാളെ മുതൽ അഷ്ടമി വിളക്ക് തുടങ്ങിയാണ്. ഭഗവാൻ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളതാണ്. അത് കാണാനുള്ള ഭാഗ്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എല്ലാവരും വരാനായിട്ട് ശ്രമിക്കൂ. ഭഗവാനെ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളുന്നത് കാണാനായിട്ട് ഒന്ന് ശ്രമിക്കൂ. അതിനുള്ള അനുഗ്രഹം എല്ലാവർക്കും ഭഗവാൻ നൽകട്ടെ. പിന്നെ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഇതേപോലുള്ള ഗുരുവായൂരത്തെ വിശേഷങ്ങളും എല്ലാം നമുക്ക് നാളത്തെ വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.
ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ.